അഹങ്കാരം കൊണ്ട് ഊറ്റം തുള്ളുന്ന അസുര ചക്രവർത്തി ബാണാസുര അനുഭവം കൊണ്ട് പഠിക്കും, അല്ലെങ്കിൽ അമ്മ പഠിപ്പിക്കും. ആ വാക്കിനി ഇവിടെ ഉച്ചരിച്ചു പോകരുത്. ഇവിടെ ഈ ലോകത്ത് ബാണാസുരായ നമ എന്ന മന്ത്രം മാത്രം മതി. കേട്ടോടി ഭാര്യ. ആദിപരാശക്തി ക്ഷമിക്കണേ. നിന്ന ജോൻ നിർത്തു ബാണാസുര, നിന്റെ ജൽപ്പനങ്ങളും അഹങ്കാര തേർവാഴ്ചകളും. അല്ല, മനസ്സിലായില്ല. നമ്മളാരാണാവോ? പെറ്റമ്മയെ പോലും അറിയാത്ത, അമ്മ എന്ന വാക്കിന്റെ മഹത്വം അറിയാത്ത നിന്നെ പോലുള്ള നികൃഷ്ട ജന്മങ്ങൾക്ക് ഞാൻ എന്ത് മറുപടി പറയാൻ? ഹേ ബാണാസുര, ബ്രഹ്മദേവനിൽ നിന്ന് കിട്ടിയ വരബലത്താൽ അഴിഞ്ഞാടി സാധുക്കളെ നരകത്തിയിലാക്കുന്ന നിന്നോട് ലോകമാതാവായി എനിക്ക് സഹതാപം തോന്നുന്നു. സഹതാപം? ലോകമാതയോ? സുന്ദരി, നീ ഒരു സ്ത്രീയാണ്, ആയതിനാൽ ബാണന് ബഹുമാനവുമാണ്. ലോകമാത എന്നൊക്കെ പറഞ്ഞ് വെറുതെ സംസാരിച്ച് സമയം കളയണ്ട. മര്യാദയ്ക്കാണെങ്കിൽ ശിവപാർവതിമാരോടൊപ്പം നമ്മുടെ അന്തപുരത്തിൽ കഴിയാം. ബാണന്റെ ദാസിയായിട്ട്. നീ ആരോടാണ് സംസാരിക്കുന്നത്? കാലനേമിയുടെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ നിന്റെ മരണദിനം മാറ്റി എഴുതാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബ്രഹ്മദേവന്റെ വരത്തെ ഹരിക്കുന്നുമില്ല. എന്നിരുന്നാലും വിട്ടിക്കോമരമായി മാറിയ നിന്നെ വെറുതെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല. നിനക്ക് നാം ഒരു ഇടവേള തരും നന്നാവാൻ. പക്ഷേ അതിനു മുമ്പ് നീ ഒന്ന് കാണും നമ്മുടെ മഹാകാളി രൂപം. നമുക്ക് എങ്ങനെ രക്ഷിക്കാനാകും ബാണാസുര? കാരണം നീ നമ്മെ അടിമയാക്കി വെച്ചിരിക്കുകയല്ലേ. അടിയന്റെ അറിവില്ലായ്മ. ഇന്നു മുതൽ അങ്ങ് അടിമയല്ല, അടിമയല്ല, അടിമയല്ല. അമ്മേ പരാശക്തി, ശാന്തയാകും. ബാണന് നമുക്ക് ഒരു അവസരം കൂടി നൽകാം. തന്നെയുമല്ല, ബ്രഹ്മദേവന് നാം പുച്ഛിക്കാനും പാടില്ലല്ലോ. അതുകൊണ്ട് ബാണന്റെ തെറ്റ് പുറത്ത് മാപ്പ് കൊടുത്ത് നമുക്കൊന്ന് നോക്കാം. ഇല്ലെങ്കിൽ ബാണ, നിന്റെ പട്ടണയിൽ ആളിക്കത്തുന്ന ദീപനാളത്തിൽ നീ എന്നേക്കുമായി എരിഞ്ഞടങ്ങും. ഈ ലോകേശ്വരിയായ എന്റെ താക്കീത്. ബാണാസുരൻ തുലോകങ്ങളും കൈപ്പിടിയിലാക്കി ആസുരവർഗത്തെ പരിഹസിച്ച് യാതനകൾ തരുന്ന ദേവഗണങ്ങളെ അടിമച്ചങ്ങലയിൽ കൂട്ടി അടിമയാക്കി ബാണൻ ഒരു വിജയമാവേദപ്പൊരുളും സാമവേദ കടലും മന്ത്രനാഥ ശ്രുതിയും താളമേളകൃതിയും അമ്മേ. ആ അസുരവർഗത്തിന് ഇത്രയ്ക്ക് അഹങ്കാരമോ? എന്റെ വൈകുണ്ഠനാഥൻ ആരെന്ന് അവരെ ബോധ്യപ്പെടുത്തി.
പൂക്കാലം സമയമാകുമ്പോൾ അങ്ങൊരു പൂവൻ കോഴി ആയാ മതി. അയ്യേ, നാം കോഴി. നിന്റെ മനസ്സിൽ നിന്റെ മണിമാരൻ എങ്ങനെയുള്ളവരായിരിക്കണം? നിനക്ക് നാം ഒരു ഇടവേള തരും നന്നാവാൻ. പക്ഷേ അതിനു മുമ്പ് നീ ഒന്ന് കാണും നമ്മുടെ മായാസുരപുത്രിയായ പുണ്യകാശി, ഭവതിയുടെ തപസ്സിൽ നാം ഏറെ സന്തോഷവാനാണ്. കന്യകയായ കുമാരിയുടെ നിഷ്ഠയോടെയുള്ള കൃത്യമായ തപം നമ്മിൽ എന്തെന്നില്ലാത്ത ആദരവും സ്നേഹവും ഭഗവതിയോട് തോന്നിപ്പിക്കുന്നു. എന്തു വരമാണ് നാം ഭഗവതിക്ക് നൽകേണ്ടതെന്ന് പറഞ്ഞാലും മഹാപ്രഭു, മാപ്പ്, ദേവകൽപ്പന, ബ്രഹ്മകൽപ്പന, എന്റെ ശാസനം. മംഗല്യ ചരടിൽ താലി അണിയിക്കേണ്ട വരനാരെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആരാണ് ആ ഭാഗ്യവാൻ? കൈലാസനാഥൻ. ശിവ